ഹലോ ഡിയേഴ്സ്, എൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു പുതിയൊരു നെക്ക് ഡിസൈനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിപ്പോൾ എങ്ങനെ പാറ്റേൺ ചെയ്യും, കട്ട് ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നോർമലി നമ്മളൊരു നെക്ക് ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു 0 പോയിൻറ്റ് വരച്ചിട്ടാണ് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു 0 പോയിൻറ്റ് വരച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഒരു 1/2 ഇഞ്ച് ഡൗൺ ചെയ്തിട്ട് 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തതിന് ശേഷം അടുത്തൊരു പോയിൻ്റ് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം. ഇത് നമുക്കൊരു സീം അലവൻസ് ആണ്, ഷോൾഡറിൻ്റെ സീം അലവൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ താഴേക്ക് നമുക്കൊരു 3 ഇഞ്ച് ഡൗൺ ചെയ്തിട്ടാണ് ഞാൻ അടുത്തൊരു പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്നൊരു 3/4 ഇഞ്ച് ഡൗൺ ചെയ്തിട്ടാണ് നെക്സ്റ്റ് പോയിന്റ് വരുന്നത്. ഇത് നമുക്ക് ബാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു മാർക്കിംഗ് ആണ്. കട്ട് ചെയ്ത് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുമ്പോഴത്തേനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിൻ്റെ താഴെ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച്, ഞാൻ ഇവിടെ 1.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്കായിട്ട് പിന്നെ ഒരു 3/4 ഇഞ്ചും കൂടിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സൈഡിലോട്ട് മാർക്ക് ചെയ്യുന്നത്. 0 പോയിന്റിൽ നിന്നും 3.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. താഴേക്ക് 3 ഇഞ്ചും വിഡ്ത്തായിട്ടൊരു 3.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 3.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തതുപോലെ തന്നെ ഈ സൈഡിലോട്ടും ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 3/4 ഇഞ്ചിന് താഴെ ഒരു 1.25 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു 1.25 ഇഞ്ചിൽ ഞാൻ മാർക്കിംഗ് കൊടുത്തേക്കാണ്. തിരിച്ച് താഴെ ഒരു 3/4 ഇഞ്ചിൽ പിന്നെയും ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഈ സൈഡിലും 3/4 ഇഞ്ചിൽ ഞാൻ പിന്നെയും ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ 1 ഇഞ്ചിൻ്റെ പീസാണ് ഇത്. ഓക്കെ, നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് 2 ഇഞ്ചിൻ്റെ ലൈൻ, ഇത് 3 ഇഞ്ചിൻ്റെ, ഇങ്ങനെ 3 പീസായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ലൈൻസൊക്കെ ഒന്ന് സ്ട്രേറ്റ് ലൈൻ ആക്കി കൊടുക്കാം. പെൻസിൽ യൂസ് ചെയ്യാം. പെൻസിൽ യൂസ് ചെയ്ത് ഞാൻ ലൈറ്റായിട്ടാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ലൈൻസ് എല്ലാം ഒന്ന് സ്ട്രേറ്റ് ലൈൻ ആക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ക്യാൻവാസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ക്യാൻവാസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഓക്കെ, സൈഡിലും ഇതുപോലെ തന്നെ സ്ട്രേറ്റ് ലൈൻ കൊടുക്കുകയാണ്. ഒന്നേകാല് ഇട്ടിട്ടുള്ളതിൽ ഒരു മാർക്ക് ചെയ്തു. ഓക്കെ, ലാസ്റ്റ് ലൈനും വരച്ചെടുക്കുകയാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. സ്ക്വയറായിട്ട് വരച്ചേക്കുന്നതെല്ലാം ഷേപ്പ് ചെയ്യാനാണ്. ഓക്കെ, ഞാനിവിടെ കേവ് സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. കേവ് സ്കെയിൽ എടുത്തു, ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കർവ് എടുത്ത് കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് ലൈൻ ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ലൈനിലേക്ക് അതുപോലെ തന്നെ ഒരു കർവ് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത ലൈനോടെ കിടപ്പുണ്ട്. നെക്സ്റ്റ് ലൈനിലും അതുപോലെ തന്നെ കർവ് സ്കെയിൽ യൂസ് ചെയ്ത് കർവ് ചെയ്തെടുക്കാം. ഇനി അളവിൽ വ്യത്യാസം വരാതിരിക്കണമെങ്കിൽ നമുക്ക് ടേപ്പ് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ 3/4 ഇഞ്ചിലാണ് മെഷർമെൻറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ 3/4 ഇഞ്ച് കറക്റ്റ് നമുക്ക് എങ്ങനെയും മാർക്ക് ചെയ്ത് പോകാം. അല്ലെങ്കിൽ ഇവിടെ ചെറിയ തോതിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാം. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം കർവ് സ്കെയിൽ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്നത് ഷേപ്പ് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് ഗ്യാപ്പിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ 1.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ടേപ്പ് വെച്ചതിന് ശേഷം 1.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇതും കർവ് സ്കെയിൽ യൂസ് ചെയ്ത് ഞാൻ വരച്ചെടുക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 3/4 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് ടേപ്പ് തന്നെ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് അങ്ങേയറ്റം വരേക്ക് പോകാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഫ്രീ ഹാൻഡായിട്ട് ഇത്രയും പോർഷൻ വരച്ചെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ഇത്രയും പോർഷൻ വരച്ചെടുത്തോളൂ. അങ്ങനെയും കാണിച്ചു തരാം. ഇത്രയും പോർഷൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഓരോ മാർക്കിംഗ് കൊടുത്തേക്കുന്നതിലും ഓരോ പീസിലും നമുക്കിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. കട്ടിങ് ചെയ്യുന്ന സമയത്ത് ലൈനൊന്നും മാറിപ്പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉപകാരമായിരിക്കും. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലൈൻസ് എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാ പീസുകളും സെപ്പറേറ്റ്ലിയാണ്.
കണ്ടോ, ഈ 3 പീസും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഈ പീസ് ഇതിന് പകരം നമ്മൾ പേപ്പർ യൂസ് ചെയ്യും. ഇതിൽ നിന്ന് 1/2 ഇഞ്ച് മേലോട്ടും 1/2 ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്തിട്ടാണ് പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ 2 പീസും 1, 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 2 പീസും നമുക്ക് നെക്കിന് ബാൻഡായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഏതൊരു പീസ് നമ്മൾ എടുക്കുമ്പോഴും നമ്മളിങ്ങനെ വി നോച്ചസ് ഇട്ട് കൊടുക്കണം. ഈ പീസ് ഒന്ന് നിവർത്തുമ്പോഴത്തേനും നമുക്ക് സെൻറ്റർ പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.